കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കാൻ പര്യാപ്തമാണ് വിഴിഞ്ഞം പദ്ധതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഏഷ്യയിലെ മറ്റു പ്രധാന തുറമുഖങ്ങൾക്കില്ലാത്ത ധാരാളം പ്രത്യേകതകളുണ്ട്. പ്രധാനമായും അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് സൂയസ് കനാലിലേക്ക് പോകുന്ന അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറ്റു അന്താരാഷ്ട്ര തുറമുഖങ്ങളിലേക്കെല്ലാം തന്നെ ചുരുങ്ങിയത് 25 നോട്ടിക്കൽ മൈൽ ദൂരമെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ തുറമുഖത്തിന് ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഏതാണ്ട് 24 മീറ്റർ ആഴമുള്ള കടലാണ് ഉള്ളത്. അതിനാൽ തന്നെ മദർഷിപ്പുകൾ എന്നറിയപ്പെടുന്ന വലിയ കപ്പലുകൾ ഈ തുറമുഖത്ത് അടുപ്പിക്കുവാൻ സാധിക്കും. അതായത് മദർഷിപ്പുകൾ എന്നറിയപ്പെടുന്നത് 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുവാൻ തക്ക വലിപ്പമുള്ള വലിയ ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള കപ്പലുകളാണ്. ഈ കപ്പലുകൾക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 16 മുതൽ 20 വരെ മീറ്റർ ആഴമുള്ള കടൽ വേണം. അത്രയും ആഴമുള്ള കടലിലൂടെ മാത്രമേ ഈ കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ടിൻ്റെ 1 നോട്ടിക്കൽ മൈൽ അകലെ വരെ ഏതാണ്ട് 24 മീറ്റർ ആഴമുള്ള സ്വാഭാവികമായി തന്നെ ആഴമുള്ള കടലാണുള്ളത്. അതുപോലെ ഇതിൻ്റെ ദൂരം അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈലാണ്. അപ്പോൾ അതിനാൽ തന്നെ ഈ തുറമുഖത്തിന് വലിയ സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വ്യക്തികളിൽ ഒരു പ്രധാന പേര് 1991 മുതൽ 96 വരെയും അതുപോലെ 2001 മുതൽ 2006 വരെയും കേരള സംസ്ഥാനത്തിൻ്റെ സഹകരണ തുറമുഖ വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന ശ്രീ എം.വി. രാഘവൻ്റേതാണ്. 91 അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമം ആരംഭിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാവുമോ ഇല്ലയോ എന്നൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീ എം.വി. രാഘവൻ അക്ഷീണമായി തന്നെ 91-96 മന്ത്രിസഭയുടെ കാലത്തും അതുപോലെ 2001-2006 മന്ത്രിസഭയുടെ കാലത്തും ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രാരംഭ പ്രവർത്തനങ്ങൾ വലിയ ശ്രദ്ധ കാണിക്കുകയും ആ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിനാൽ തന്നെ ശ്രീ എം.വി. രാഘവൻ ഈ അവസരത്തിൽ സ്മരിക്കപ്പെടുന്നു. വളരെ കാലമായി ഈ തുറമുഖത്തെക്കുറിച്ച് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ച് അനേകം ചർച്ചകൾ നടന്നിരുന്നു. 1996 ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരാണ് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനുള്ള ആദ്യ നടപടികൾ സ്വീകരിച്ചത്. അതിനൊരു കമ്മിറ്റിയെ വെച്ചു, അത് സാധ്യതാപഠനത്തിനുള്ള കമ്മിറ്റിയെ വെച്ചു. അങ്ങനെ ആ സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം വളരെ കാലം മുമ്പ് 8-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ചിരുന്നതായി പറയപ്പെടുന്ന ആയി രാജവംശ കാലഘട്ടത്തിൽ പോലും വിഴിഞ്ഞം ഒരു തുറമുഖമായിരുന്നു. അവിടെ വലിയ തോതിലുള്ള വ്യാപാരവും നടന്നിരുന്നു. പിന്നീട് ആ വിഴിഞ്ഞം ഒരു മത്സ്യബന്ധന തുറമുഖമായി, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന തുറമുഖമായി തുടരുകയായിരുന്നു. അവിടെ നിന്നാണ് 96-ൽ അന്നത്തെ ഇ.കെ. നായനാർ സർക്കാർ ഈ തുറമുഖത്തെ ഒരു അന്താരാഷ്ട്ര തുറമുഖമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്.
1996 അധികാരത്തിൽ വന്ന നായനാർ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിച്ച നടപടികൾ പിന്നീട് വന്ന സർക്കാരുകൾ, അതായത് എ കെ ആന്റണി സർക്കാർ, അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും മുന്നോട്ട് പോയി. വി എസിൻ്റെ കാലത്ത് 2006 സർക്കാരിൻ്റെ കാലത്ത് ഈ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും അങ്ങനെ ഒരു ആന്ധ്ര കമ്പനിക്ക് ഇതിൻ്റെ ടെൻഡർ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ആ കമ്പനിക്ക് ചൈന ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പിന്നീട് തുടർന്നു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്വകാര്യ കമ്പനിയായിട്ടുള്ള അദാനി ഗ്രൂപ്പുമായിട്ട് 2015 കരാർ ഒപ്പുവെക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് ഇപ്പോൾ ഈ തുറമുഖം ഒരു വർഷം മുമ്പ് തന്നെ ഏകദേശം പ്രവർത്തനക്ഷമമാവുകയും വലിയ കപ്പലുകൾ അടുക്കുകയും ചെയ്തത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുറമുഖം ഒരു നഗരത്തിൻ്റെ അല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും. കാരണം അതിലൂടെ ഉണ്ടാവുന്ന വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ വരുന്ന വലിയ ധാരാളം അസൈൻമെൻറ്റുകൾ വരുന്ന, വളരെയധികം അസൈൻമെൻറ്റുകൾ വരുന്ന വിവിധ വസ്തുക്കൾ പല തുറമുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹോങ്കോങ് ആയാലും അതുപോലെ തന്നെ മറ്റു വലിയ തുറമുഖങ്ങൾക്ക് തന്നെ അത് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ട് മാറും. അതായത് ഇവിടെ നിന്ന് ഈ പറയുന്ന കപ്പലുകൾ കൊണ്ടുവരുന്ന പല സാധനങ്ങളെ അസംബിൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതിനോടനുബന്ധിച്ചിട്ടുള്ള ധാരാളം ജോലി സാധ്യതകൾ പ്രത്യേകിച്ച് ചെറുകിട എഞ്ചിനീയറിംഗ് രംഗങ്ങൾ നിലവിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഈ തുറമുഖത്തിന് വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ ലോകത്തുള്ള പ്രധാനപ്പെട്ട ക്രൂയിസർ ഷിപ്പുകൾ ഇവിടെ അടുക്കുകയും അതിൽ നിന്ന് ടൂറിസം മേഖലയിലേക്ക് വലിയ വരുമാനം ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ തന്നെ കേരളം ഇന്ത്യയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വലിയ തോതിൽ ഈ ആഡംബര കപ്പലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ഇതിനനുസരിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള റോഡുകൾ ഇപ്പോൾ നമ്മുടെ ഹൈവേകളുടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അത് പൂർത്തിയായില്ലെങ്കിൽ, യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ടൂറിസം മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പുരോഗതി ലഭിക്കില്ല. ആ പുരോഗതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗതാഗത സംവിധാനം മികച്ചതാവണം. നമുക്കറിയാം, ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാതകൾ വളരെ വിശാലവും അതുപോലെ തന്നെ എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും. അത്തരത്തിലല്ലാതെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പറയുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഗതാഗത രംഗത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ മികച്ചതാക്കുന്നതോടുകൂടി നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ തുറമുഖം നിലവിൽ വരുന്നതോടെ ഈ ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള വാദഗതി പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് വിഴിഞ്ഞത്തെ സ്വാഭാവികമായിട്ടുള്ള കടലിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ മത്സ്യബന്ധനത്തിന് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇതോടനുബന്ധിച്ച് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയൊരു കാര്യം 475 കോടിയോളം മുടക്കേണ്ടി വരുന്ന വലിയൊരു പുനരധിവാസ പദ്ധതിയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെടേണ്ടി വന്നേക്കാവുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസവും അതുപോലെ തന്നെ അവരുടെ തുടർ ജോലി സാധ്യതകളും നമുക്ക്
സംസ്ഥാനത്തിന് അത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കേണ്ടതായി വരും. അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറാവേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഉള്ള ബാധ്യതകൾ ഏറ്റെടുക്കുവാനും മറ്റു പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാനും ഈ തുറമുഖം തികച്ചും ലാഭകരമായി, സംസ്ഥാന സർക്കാരിന് കൂടി ലാഭകരമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ വലിയ മുതൽ മുടക്കും അതുപോലെ തന്നെ ഈ വലിയ സൗകര്യങ്ങളും എല്ലാം സർക്കാർ വിട്ടുകൊടുക്കുന്ന സമയത്ത് അതിനുള്ള തിരിച്ചുള്ള പ്രതിഫലം സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമാക്കേണ്ടതുണ്ട്. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.